ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വിങ് ടൈം. ഇന്നിവിടെ കാണിക്കുന്നത് ഒരു അംബർല ഫ്രോക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയൊരു പാറ്റേൺ ആണിത്. എൻ്റെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഒരു റൗണ്ട് ഷേപ്പിലൊരു യോക്ക് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗം ഇതുപോലെ സർക്കിൾ ഷേപ്പിലാണ് ഇത് വരുന്നത്. പിന്നെ വേണ്ടത് 2 പീസാണ്. മുകളിൽ തയ്ക്കാൻ 1/2 മീറ്ററും താഴ്ഭാഗം സ്കേർട്ടിന് ഒരു 1.5 മീറ്ററുമാണ് വേണ്ടത്. ആദ്യം ഈ തുണീനെ നമുക്ക് 4ആയിട്ട് ഇതുപോലെ മടക്കിയിട്ട് വേസ്റ്റ് റൗണ്ട് നമുക്ക് അടയാളപ്പെടുത്താം. സർക്കിൾ സ്കേർട്ട് ആയതുകൊണ്ട് വേസ്റ്റ് റൗണ്ടിനെ 6.28 എന്ന് പറഞ്ഞ നമ്പറായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ വേസ്റ്റ് റൗണ്ട് 22 ഇഞ്ചാണ്. അതേ ഡിവൈഡഡ് ബൈ 6.28 ചെയ്യുമ്പോൾ 3.5 ഇഞ്ച് കിട്ടും. അതായിരിക്കണം നമ്മളിവിടെ ഇതുപോലെ വേസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ വേസ്റ്റ് റൗണ്ട് 24 ആണെങ്കിൽ അതിനെ 6.28 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആ കിട്ടുന്നതാണ് നമ്മളിവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. പ്ലസ് 3.5 ഇഞ്ച് നമ്മൾ മുന്നേ മാർക്ക് ചെയ്ത വേസ്റ്റ്. അപ്പോൾ 19 ഇഞ്ച് കിട്ടും. പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് പാവാട മടക്കി തയ്ക്കുക. അപ്പോൾ അങ്ങനെ 20 ഇഞ്ച് വേണം നമ്മളിതിങ്ങനെ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്യേണ്ടത്. ടേപ്പ് വയ്ക്കുമ്പോൾ നമ്മളിവിടെ വയ്ക്കരുത്, അതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് 20 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ച് കൂട്ടാൻ കാരണം നമ്മൾ വേസ്റ്റ് അവിടെ കട്ട് ചെയ്ത് പോവും. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇറക്കം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ചുറ്റും ഈ ഒരു ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ ഫുള്ളും ഞാൻ മാർക്ക് ചെയ്തു. ഇതുപോലെ നമ്മൾ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു വേസ്റ്റ് ഭാഗവും ഈ ഭാഗവും വെട്ടാം. ഇപ്പോൾ ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തുള്ള സർക്കിൾ സ്കേർട്ട് നമ്മുടെ റെഡിയായി. ഇങ്ങനെയാണ് സർക്കിൾ സ്കേർട്ട് ഇരിക്കുന്നത്. ഇതുപോലൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബോഡി പാർട്ട് എങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് 1/2 മീറ്ററാണ്. അപ്പം ഞാനിവിടെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന തുണിക്ക് വീതി 8 ഇഞ്ചും താഴ്ഭാഗത്ത് 10.5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ലെങ്ത്ത് വരുന്നത് 9.5 ഇഞ്ചാണ് കറക്റ്റ്. പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടുമ്പോഴും 10.5 ഇഞ്ച് കിട്ടുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ വീതി വരുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 5.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇനി നെക്കിൻ്റെ വീതി എടുക്കേണ്ടത് 2.5 ഇഞ്ചാണ്. അതുപോലെ ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി കൈക്കുഴി മാർക്ക് ചെയ്യേണ്ടത് 5.5 ഇഞ്ചാണ്. നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു യു ഷേപ്പാണ് കൊടുക്കുന്നത്. അതുപോലെ കൈക്കുഴിക്കും നമുക്ക് ഷേപ്പ് കൊടുക്കാം. ഇനി ചെസ്റ്റിൻ്റെ റൗണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. 24 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട്. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടും. അതുപോലെ നമ്മൾ മാർക്ക് ചെയ്യാണ്. ഇനി വേസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഈ സ്കേർട്ടിൽ അത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ 11 ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ 2 സൈഡും കൂട്ടുമ്പോൾ 22 ഇഞ്ച് കിട്ടി. ഇതിൻ്റെ 4/1 5.5 ഇഞ്ച് അതാണ് നമ്മളിവിടെ ടോപ്പിൽ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സ്കേർട്ട് ഈ ടോപ്പിൽ അറ്റാച്ച് ചെയ്യാൻ കിട്ടും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് തയ്യൽത്തുമ്പ് ആഡ് ചെയ്യാം. ഇനി 1 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് ഇവിടെ കൊടുക്കുകയാണ്. ഇതെല്ലാം തയ്യൽത്തുമ്പ് കൂട്ടാണ്ടുള്ള മെഷർമെൻറ്റ്സ് ആണ്. കറക്റ്റ് മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ അടയാളപ്പെടുത്തിയത്. ഇനി നമുക്കിത് കൈക്കുഴിയും നെക്കും നമുക്ക് വെട്ടിക്കൊടുക്കാം. ഇത് ഫ്രണ്ട് പോർഷനാണ് ഞാൻ ഇപ്പോൾ വെട്ടിയത്. ഇനി ബാക്ക് പാർട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ മടക്കിയ പോർഷനിൽ നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് അടയാളപ്പെടുത്താം. ഇവിടെ നമ്മൾ സിബ് തയ്ക്കാനാണ്. അപ്പോൾ ബാക്ക് പീസ് തയ്ക്കുമ്പോൾ എപ്പോഴും ഫ്രണ്ട് പീസിനേക്കാളും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്ക് ഈ ടോപ്പിന് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ആം ഹോളും നെക്കും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. കൈക്കുഴി ഞാൻ വെട്ടിക്കൊടുക്കുകയാണ്.
അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തത് ഞാൻ സിബ് വയ്ക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇതിന് നെക്കിൻ്റെ വീതി 2.5 ഇഞ്ച് തന്നെയാണ്. ഇറക്കം കൊടുക്കുന്നതും 2.5 ഇഞ്ച് തന്നെയാണ്. അതുപോലെ കൊടുത്തിട്ട് അതിനും ഇതുപോലൊരു യു ഷേപ്പ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ലൈനിങ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ നെക്കും ആം ഹോളും നമുക്ക് തയ്ച്ചു കൊടുക്കാം. ബാക്ക് പാർട്ടിൽ ഇതുപോലെ തന്നെ ലൈനിങ് വെച്ചിട്ട് ഇതിന് നടുക്കിൽ ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ 2 ലൈന് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ആ 2 ലൈനിൽ കൂടെ നമുക്കൊന്ന് തയ്ച്ചു പോവാം. അപ്പോൾ ഇവിടെ ഞാൻ രണ്ടിലും ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് നെക്കിൻ്റെ ഈ ഒരു ഭാഗം വെട്ടിക്കൊടുക്കാം. ഇത് ഫ്രണ്ട് പീസാണ്. നമുക്കിതൊന്ന് നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ബാക്ക് പീസാണ്. ഇതിൻ്റെ ഈ മിഡിൽ പോർഷൻ നമുക്കിതുപോലെ വെട്ടിക്കൊടുക്കാം. പിന്നെ നമുക്കിവിടെ ചെറിയൊരു സ്ലിറ്റ് പോലെ എല്ലായിടത്തുനിന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കത് ഷേപ്പിൽ നമുക്കത് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 പീസാണ് ബാക്ക് പാർട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിതുപോലെ നല്ല വശത്തേക്ക് തന്നെ മറിച്ചിടാം. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിബ് ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു ഈസി മെത്തേഡാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ടോപ്പിൻ്റെയും നല്ല വശം വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. നമുക്ക് ഇതുപോലെയും നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് കൂടെ നമ്മൾ ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇതിനുള്ളിൽ കൂടി എടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് 2 സൈഡും വെറുതെ യോജിപ്പിച്ച് കൊടുത്താലും മതി. ഈ ഫ്രണ്ട് നെക്കിൽ ഞാൻ റൗണ്ട് കോളർ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയത് കട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഞാൻ അതൊരു പേപ്പറിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പേപ്പറിനെ ഒന്ന് 2ആയിട്ട് നമുക്കത് മടക്കിയെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റിയൊരു നെക്ക് പാറ്റേൺ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നെക്കിൻ്റെ ആ ഒരു അളവാണ്. ഇവിടുത്തെ വീതി 2.5 ഇഞ്ചാണ്. അപ്പോൾ ആ മെഷർ ചെയ്ത് കറക്റ്റ് അളവ് തന്നെയായിരിക്കണം ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 2.5 ഇഞ്ച് കഴുത്തിന് വീതി കൊടുക്കുക. അതുപോലെ ഇറക്കം 2.5 ഇഞ്ച് തന്നെയായിരുന്നു. അത് നമുക്കിതുപോലെ വരച്ച് നമുക്ക് യു ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊരു 2.5 ഇഞ്ച് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായിരിക്കും ആ ഒരു കോളറിൻ്റെ വീതിയായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ തയ്യൽത്തുമ്പ് അടക്കമാണ് 2.5 ഇഞ്ച്. നമുക്ക് വേണ്ടത് 1.5 ഇഞ്ചാണ്. പ്ലസ് 1/2 ഇഞ്ച് കഴുത്തിൻ്റെ ഒരു ഭാഗത്ത് തയ്ക്കാനും 1/2 ഇഞ്ച് താഴ്ഭാഗം അതുപോലെ മടക്കി തയ്ക്കാനാണ്. അപ്പം ചുറ്റും നമുക്കിതുപോലെ വരച്ചു കൊടുക്കണം കറക്റ്റായിട്ട്. അപ്പോൾ ഇവിടെ വീതി ഞാൻ 1.5 ഇഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇഞ്ച് വീതിയുള്ള കോളറും എടുക്കാം. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ തയ്യൽത്തുമ്പ് അടക്കം നമ്മൾ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതുപോലൊരു റൗണ്ട് ഷേപ്പിലായിരിക്കും ഈ ഒരു യോക്ക് കിട്ടുന്നത്. ഈ തുണിയിലാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ വെട്ടിയ ഭാഗം ഇതുപോലെ തുണീനെ മടക്കിയിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ലൈനിങ് പീസും 2 എണ്ണവും ഈ ഫാബ്രിക് ഞാൻ 2 എണ്ണം അതുപോലെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തുണി തികയാത്തതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് 2 പീസായിട്ട് കിട്ടുന്നത്. ഇല്ലെങ്കിൽ ആ പേപ്പർ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഒറ്റ പീസിൽ നമുക്ക് 2 എണ്ണം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ അപ്പോൾ മൊത്തം നമുക്ക് ടോട്ടൽ 4 പീസാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 ലൈനിങ് പീസും ഇതുപോലെ അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഷോൾഡറാണ് ഈ ഒരു ഭാഗമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ ഈ തുണീൻ്റെയും നല്ല വശം ചേർത്തിട്ട് ഈ ഒരു ഭാഗം നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അതെല്ലാം ജോയിൻ ചെയ്തു. ഇപ്പോൾ നമുക്കൊരു സർക്കിൾ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ലൈനിങ് പീസിൻ്റെ നല്ല വശം ഈ തുണീൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്തിട്ട് നമുക്കിതിൻ്റെ ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കാം. കഴുത്തിൻ്റെ ഇവിടെയും ഈ ഒരു വശവും നമ്മൾ അടിച്ചു കൊടുക്കണം. ഇതിൻ്റെ ചുറ്റും ഫുള്ളും ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിന് ഈ ഒരു സൈഡ് വെട്ടിക്കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വശം ചേർത്തിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത്.
ഇനി ഇതിനെ നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചിടാം. ബാക്ക് പീസിൽ ഞാൻ സിബ് വെച്ചിട്ടുണ്ട്. സിബ് വയ്ക്കുന്ന വീഡിയോ ഞാൻ വേറെ കുറേ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഇത് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഈ ഒരു എൻഡ് ഭാഗം ഉള്ളിലേക്കൊന്ന് മടക്കി നമുക്ക് തയ്ച്ചു കൊടുത്തിട്ട് ഈ നെക്കിൻ്റെ ചുറ്റും നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗവും തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും അത് ഇരിക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് വെറുതെ അതിൻ്റെ മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് ചുറ്റും നമ്മൾ അടിച്ചു കൊടുത്തു. ഇവിടെ സിബും എന്നുള്ള ഒരു സ്പേസ് നമ്മൾ വിട്ടിട്ടുണ്ട്. ബോഡി പാർട്ട് റെഡിയായി. ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നുകൂടി അടയാളപ്പെടുത്തി കൊടുക്കാം. കൈക്കുഴിയും ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും അടയാളപ്പെടുത്തി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ നല്ല വശത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡും രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്കേർട്ടിൻ്റെ ഭാഗം എങ്ങനെയാണ് ഈ ഒരു പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. വേസ്റ്റിൻ്റെ വണ്ണം 11 ഇഞ്ചാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തപ്പോഴും കിട്ടിയത്. അതിന് ഇതുപോലെ തുണീൻ്റെ നല്ല വശം ഈ ടോപ്പായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റും നമ്മളിതുപോലെ തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ ഞാൻ പിൻ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ടോപ്പിൻ്റെ നല്ല വശം സ്കേർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ അറ്റാച്ച് ചെയ്യുകയാണ്. ഇതിൻ്റെ ചുറ്റും റൗണ്ടിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇനി ഇവിടെ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് 25 ഇഞ്ചാണ്. അപ്പോൾ അതിവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി തയ്ക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ലൈനിങ് ഫിക്സ് ചെയ്യാൻ പോവാണ് സ്കേർട്ടിന്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഒരു മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ എത്രയാണ് നമുക്ക് ഇറക്കം വേണ്ടത് അതനുസരിച്ച് എടുക്കാം. എന്നിട്ട് ഈ ലൈനിങ് പീസ് ഇതിൻ്റെ ഈ ഒരു കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ വീതി വരുന്നത് ഒരു 20-25 ഇഞ്ച് വീതിയുണ്ട് ഈ തുണിക്ക്. ഇതുപോലെ മടക്കിയിട്ട് എത്ര ചുരുക്കമാണോ അതനുസരിച്ച് ഫുള്ളും തയ്ച്ചു കൊടുക്കുക. നമ്മുടെ ടോപ്പ് റെഡിയായി. വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയൊരു പാറ്റേൺ ആണ്. അതുപോലെ നെക്കിൻ്റെ യോക്കിൻ്റെ ഭാഗം റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പാറ്റേൺ ഒന്ന് തയ്ച്ചു നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.